മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഇരു മുന്നണികളും തമ്മിൽ ഫ്ലക്സ് ബോർഡ് യുദ്ധം. മുഖ്യമന്ത്രിയോട് നേരിട്ട് ഏറ്റുമുട്ടി മാധ്യമശ്രദ്ധ നേടിയ മാത്യു കുഴൽനാടൻ അതേ തന്ത്രമാണ് ഫ്ലക്സ് ബോർഡുകളുടെ കാര്യത്തിലും പയറ്റുന്നത്. കാണാം മൂവാറ്റുപുഴയിലെ പ്രചാരണ വിശേഷങ്ങൾ. മറ്റാരുണ്ട് LDF അല്ലാതെ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ അധികം കാണാൻ കഴിയുന്ന പരസ്യവാചകമാണ് ഇത്. പക്ഷേ ഈ ചോദ്യത്തിന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥി മാത്യു ഉണ്ട്. മൂവാറ്റുപുഴയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായതോടെ വമ്പൻ ഹോർഡിംഗ്സുകളുമായി ഫ്ലക്സ് യുദ്ധം സജീവമാവുകയാണ് മൂവാറ്റുപുഴയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമം നിയമസഭ പലവട്ടം കണ്ടതാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മാത്യു അതേ വഴിയാണ് തേടുന്നത്. മൂവാറ്റുപുഴ കൂത്താട്ടുകുളം MC റോഡിലെ ഉന്നക്കുപ്പ വളവിലാണ് ഉരുളക്കുപ്പേരി പോലെ ചോദ്യവും ഉത്തരവും പോലെ രണ്ട് ഫ്ലക്സുകൾ മുഖാമുഖം നിൽക്കുന്നത്. ഫ്ലക്സ് ബോർഡിന്റെ കാര്യത്തിൽ നാട്ടുകാർക്ക് പലതും പറയാനുണ്ട്. ഫ്ലക്സ് ബോർഡ് ആർക്കുവേണമെങ്കിലും കാശുണ്ടാക്കി വെക്കാലോ, അതിൽ വലിയ കാര്യമില്ല. ജനത്തിന്റെ അടുത്തല്ലേ വോട്ടിരിക്കണം. പുള്ളി കല്യാണ വീട്ടിലും മരണ വീട്ടിലും മാത്രമേ ഞങ്ങൾ കാണാറുള്ളൂ. ഇവിടെ ഒന്നും ആളെ കാണാറ് കൂടിയില്ല. എല്ലാ വികസനവും പുള്ളി ചെയ്തു എന്നാണ് പുള്ളി പറയണത്. ഒരു വികസനം ഇവിടെ നടന്നിട്ടുമില്ല. പുള്ളിയുടെ 5 വർഷത്തെ പ്രവർത്തനം കുഴപ്പമില്ല. ഇതിനു മുന്നേ കേരളം LDF ഭരിച്ചപ്പോൾ 5 കൊല്ലം വെച്ച എൽദോബ്രാം ആയിരുന്നു. പുള്ളി മാറ്റിക്കൊണ്ടൊന്നും ചെയ്തില്ല. അപ്പൊ പിന്നെ ഈ പുള്ളി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. ഇത് മാറ്റി ചെയ്തില്ല എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. ഈ കൊല്ലം പുള്ളി ജയിക്കും, വികസനം ഉണ്ടാവും. കേരളത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് മൂവാറ്റുപുഴ. CPI ജില്ലാ സെക്രട്ടറി N അരുണാണ് LDF സ്ഥാനാർത്ഥി. വികസനവും രാഷ്ട്രീയവും ചർച്ചയാകുന്ന മൂവാറ്റുപുഴയിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയണം. മീഡിയ 1 ഇടുക്കി.